ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമിത്താം ധർമ്മസ്മൂഢചേതക ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. കഴിഞ്ഞ ദിവസം ഉത്തരഗീതയിലും 30 ശ്ലോകം വരെയാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഇനി 31 തൊട്ട് 35 വരെയാണ് ഇന്ന് ചിന്തിക്കേണ്ടത്. ആകാശം മാനസം കൃത്വ മനഃകൃത്വ നിരാസ്പദം നിശ്ചലം വിജാനീയാൽ സമാധിസ്യ ലക്ഷണം. യോഗ മൃത രസം പീത്വ വായു ഭക്ഷ സദാസുഖി യമ അഭ്യസ്യതേ നിത്യം സമാധിർമൃത്യുനാശക. ഊർധ്വശൂന്യം അധശൂന്യം മധ്യശൂന്യം യഥാത്മകം സർവശൂന്യം സ ആത്മേതി സമാധിസ്യ ലക്ഷണം. ശൂന്യ ഭാവിതാ ഭാവാത്മാ പുണ്യപാപൈ പ്രമുച്യത്തെ. അർജുന ഉവാച അദർശ്യേ ഭാവന നാസ്തി ദൃശ്യമേതൽ വിനശ്യതി. അവർണമസുരം ബ്രഹ്മ കഥം ധ്യായന്തി യോഗിനഃ. ശ്രീ ഭഗവാൻ ഉവാച ഊർധ്വപൂർണം അധഃപൂർണം മധ്യപൂർണം യഥാത്മകം സർവപൂർണം സ ആത്മേതി സമാധിസ്യ ലക്ഷണം. ആകാശം മാനസം കൃത്വ മനഃകൃത്വ നിരാസ്പദം നിശ്ചലം വിജാനീയാൽ സമാധിസ്യ ലക്ഷണം. ചിതാകാശത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക. ആ മനസ്സിൽ നിരാസ്പദമായിരിക്കുന്ന ബ്രഹ്മത്തെ മാത്രം കാണുക. മറ്റൊന്നും കാണാതെ മറ്റൊന്നും അറിയാതെ നിശ്ചലതയിൽ വ്യവഹരിക്കുക. ഇത് സമാധിയുടെ ലക്ഷണമാകുന്നു. ഇവിടെ ഇതിനു മുമ്പ് ഭഗവാൻ പറഞ്ഞു, മനസ്സിലാണ് ബ്രഹ്മസ്ഥിതി ചെയ്യുന്നത്. അതായത് മനസ്സിന്റെ മധ്യത്തിലാണ് ബോധം എന്ന് പറയുന്ന ആ ബ്രഹ്മസ്ഥിതി. മനസ്സിന്റെ മധ്യത്തിലാണ് മനസ്ഥമായിരിക്കുന്ന ആ ദേവനെ സ്വീകരിച്ചുകൊണ്ട് മനസ്സിനെ ഉപേക്ഷിക്കണം. മനസ്സുകൊണ്ട് മനസ്സിന്റെയും മനസ്സായ ആ ദേവനെ കാണണം. ഇപ്രകാരം അഭ്യസിച്ചു യോഗികൾ സ്വയം സിദ്ധി പ്രാപിക്കേണ്ടതാണ്. ഈ ഒരവസ്ഥയിലേക്ക് വരിക എന്ന് പറയുന്നത് അവ്യക്ത സ്വരൂപത്തെയാണ് ബ്രഹ്മമായി കാണാൻ പറയുന്നത്. അത് ഒരു ബോധമാണ്. ഞാൻ എന്ന ബോധത്തെ ഉണ്ടാക്കുന്ന ആ ബോധസ്ഥിതിയാണ് ശരിക്കും ബ്രഹ്മം എന്ന് പറയുന്നത്. അതൊരു വസ്തുവായിട്ടോ ഇല്ലെങ്കിൽ അതൊരു ബിന്ദു മാത്രമായിട്ട്, മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബിന്ദു മാത്രമായിട്ടിരിക്കുന്ന ശക്തിയെ നമ്മൾ ആജ്ഞാചക്ര മധ്യസ്ഥനായിക്കൊണ്ട് ഉപാസിക്കണം എന്നർത്ഥം. അതിനാണ് ആദ്യമൊക്കെ ഉപാധി സ്വീകരിച്ച് തന്നെ വേണം ഈ പ്രാക്ടീസ് ചെയ്യാൻ. അല്ലാതെ ഒരിക്കലും നമുക്ക് മനസ്സിനെ ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് നിർത്താൻ സാധ്യമല്ല. മനസ്സ് എപ്പോഴും ചാടിപ്പോകുന്നതാണ്. അതുകൊണ്ട് ചിതാകാശമാകുന്ന മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നത് പറയാൻ എളുപ്പാ, കേൾക്കാനും എളുപ്പാ. ഈ മനസ്സാണ് എല്ലാത്തിനും പ്രശ്നം. അത് ആകാശ സ്വരൂപം. അതിൻ്റെ വ്യാപനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുരുക്കി 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 ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവരണം എന്നർത്ഥം. ആകാശത്തിൽ വായു വ്യാപിച്ചിരിക്കുന്ന പോലെ ആ മനസ്സും വ്യാപനം നടത്തുന്നത്. നമ്മൾ ശരീരം കൊണ്ട് ഇവിടെ ഇരുന്നാലും മനസ്സ് ആജ്ഞാചക്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അത് പുറത്തേക്കാണ് അതിൻ്റെ വ്യാപനം കൂടുതൽ. നമ്മുടെ ശരീരത്തെ പോലും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സാകുന്ന ആകാശ തുല്യമായിരിക്കുന്ന, ആകാശത്തിൽ വായു നിറഞ്ഞിരിക്കുന്ന പോലെയാണ് മനസ്സ് നിറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ശരീരം മാത്രമാണിത്. അപ്പം അതാണ് ഇതിനു മുമ്പും നമ്മൾ പഠിച്ചത്. കായസ്തോപീന കായസ്തോപീന ബാധ്യത, കായസ്തോപീന എല്ലാം ശരീരത്തിൻ്റെ ഉള്ളിൽ ആദ്യം മനസ്സിനെ കാണണം. എന്നിട്ടേ പുറത്തേക്ക് നമുക്ക് സർവ്വവ്യാപകമായിട്ട് കാണാൻ സാധിക്കുമ്പോൾ നമ്മുടെ ശരീരമില്ലാതെ വരും, ഇന്ദ്രിയങ്ങളില്ലാതെ വരും, മനസ്സ് വരെ ഇല്ലാതെയാകും. കേവലം ഒരു ബിന്ദു മാത്രത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ശക്തിയെ ഈശ്വരനായിട്ട് കാണണം. അതുള്ളിടത്തോളം കാലമാണ് ഞാനെന്ന ബോധം തന്നെ നിലനിൽക്കുക. ആ ഞാൻ 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 എന്നുള്ള ബോധം, ഞാനുണ്ട്, ഇല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന പുറത്ത് കാണുന്ന വസ്തുക്കളുണ്ട് എന്ന് പറയുന്ന ആ ബോധം ഉണ്ടാകുന്നത് ഈ ബ്രഹ്മത്തിൻ്റെ പ്രഭാവത്താലാണ്. ആ ബോധത്തെ മാത്രം കാണണം. അതാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആകാശം മാനസം കൃത്വ മനഃകൃത്വ നിരാസ്പദം നിശ്ചലം വിജാനീയാൽ സമാധിസ്യ ലക്ഷണം. ഈ ചിത്താകുന്ന ആകാശത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക. ആ മനസ്സിൽ നിരാസ്പദമായിരിക്കുന്ന ബ്രഹ്മത്തെ ബിന്ദു മാത്രമായിട്ട് കാണുക. മറ്റൊന്നും കാണാതെ
മറ്റൊന്നുമില്ലാതെ നിശ്ചലത്തിൽ വ്യവഹരിക്കുക. ഇത് സമാധിയുടെ ലക്ഷണമാകുന്നു. ഇതിനാണ് ഒരു നാളം മാത്രം കത്തുന്ന ഒരു വിളക്ക് വെച്ചിട്ട് ബാക്കി എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് ഒരു മുറിയിൽ ആ വിളക്കിൻ്റെ പ്രകാശം ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്ന ആ വിളക്കിനെ മാത്രം 30-40 സെക്കൻഡ് അത് കണ്ണു തുറന്ന് കണ്ടിട്ട് കണ്ണടച്ചാൽ ആ ദീപം മാത്രം നമ്മൾ ആജ്ഞാചക്രത്തിൽ കാണാൻ ശ്രമിക്കണം, കണ്ണടച്ചാലും. അപ്പോൾ നമ്മുടെ ശരീരവും ബാക്കിയെല്ലാം അന്ധകാരം അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. അതിൽ മനസ്സിനെ ഉറപ്പിക്കണം. ഇതാണ് മനസ്സിനെ ഉറപ്പിക്കാനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത്, എളുപ്പം. ഇല്ലെങ്കിൽ വിഗ്രഹം വെച്ചാലും നമ്മൾ ചിലപ്പോൾ അലങ്കാരഭൂഷത്തിലേക്കോ മറ്റ് അതൊരു ഈശ്വര സങ്കല്പത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രൂപത്തിലേക്കൊക്കെ പോകും. രൂപമില്ലാത്ത അരൂപിയാണ്. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിന്ദു മാത്രമായിട്ട് ഒരു വിളക്കിൻ്റെ നാളത്തെ കൂടുതൽ കരിയും പുകയൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട് നെയ്വിളക്ക് വെച്ചാൽ അത് പരമശുദ്ധമായ തെളിഞ്ഞ പ്രകാശത്തെ നമുക്ക് കാണാൻ സാധിക്കും കുറേ നേരത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ആ വിളക്കിൻ്റെ നാളത്തെ മാത്രം 30-40 സെക്കൻഡ് കണ്ട് അത് കണ്ണടച്ചാലും അത് ഒരു ബിന്ദു രൂപത്തിൽ ആജ്ഞാചക്രത്തിൽ പ്രകാശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ദിവസവും കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ പ്രകാശം നൽകുന്ന ഇല്ലെങ്കിൽ വെളുത്ത പ്രകാശം നൽകുന്ന ഒരു ബൾബ് ഇട്ടാലും ആ ബൾബ് മാത്രം നോക്കി ഇരുന്നിട്ട് ആ പ്രകാശം സൂര്യനുദിക്കുന്ന പോലെ നമുക്ക് ആജ്ഞാചക്രത്തിൽ കാണാൻ സാധിക്കും. ബിന്ദു മാത്രമായിട്ട് പ്രകാശിക്കുന്നതായിട്ട് കാണും. ഇതാണ് ചിതാകാശം എന്ന് പറയുന്നത്. ആകാശം അന്ധകാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നീലാകാശത്തെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കേവലം ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പ്രകാശത്തിൽ, അതാണ് ഗീതയിലും ആദിത്യവത് പ്രകാശം എന്ന് പറഞ്ഞത്. ആത്മാവിനെ കണ്ടാൽ അത് ആദിത്യവത്തായിട്ട് ആത്മപ്രകാശം ചൊരിയെന്ന് പറയുന്നതും അതേ തത്വം തന്നെയാണ് ഗീതയിലും 6-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്, ഭ്രൂമത്തിൽ. അത് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആത്മവിഷയമായ അറിവും പ്രകാശിക്കുന്നത് അതിൽ നിന്നായിരിക്കും. കാരണം ഇവിടെ ക്ലിയർ കട്ട് കഴിഞ്ഞ 5 ശ്ലോകങ്ങളിൽ പറഞ്ഞു, ആജ്ഞാചക്രത്തിൽ ആണ് മനസ്സ് സ്ഥിതി ചെയ്യുന്നത്. ആ മനസ്സിൻ്റെ ഉള്ളിലാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ എന്ന ബോധം ബിന്ദു മാത്രമായിട്ട് കേവലം അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മസ്ഥിതി. ആ ബ്രഹ്മത്തെ തൻ്റെ ജീവനായിട്ടും പുറത്ത് ജീവാത്മാ പരമാത്മാ ഐക്യം എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നായിട്ട് കാണുക എന്നർത്ഥം. അപ്പോൾ അതാണ് ചിതാകാശത്തിലെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ഒരു കേന്ദ്രബിന്ദുവിൽ ആജ്ഞാചക്രത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തണം. ആ മനസ്സിൽ നിരാസ്പദമായ ബ്രഹ്മത്തെ കാണണം. ആ ബ്രഹ്മം തന്നെയാണ് ബോധം, നിശ്ചല തത്വം എന്ന് പറയും. മറ്റൊന്നും കാണാതെ, മറ്റ് നമ്മുടെ ശരീരത്തിലെ ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ ശരീരത്തെ പോലും മറന്നിട്ട് ഇത് മാത്രം കാണാൻ സാധിക്കണം. അതാണ് സമാധിസ്ഥ ലക്ഷണം എന്ന് പറയുന്നത്. യോഗാമൃത രസം പീത്വ വായുഭക്ഷ സദാസുഖി യമ അഭ്യസ്യതേ നിത്യം സമാധിർ മൃത്യുനാശക. യോഗ നിയമങ്ങളിൽ ബദ്ധശ്രദ്ധനായി വിദ്യ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഉപാസകന് യോഗാമൃത രസം കുടിക്കുവാൻ സാധിക്കും. വായുടെ മേൽത്തട്ടിൽ ശിരസിനുള്ളിൽ നിന്നും കഫവും മറ്റ് നിർഗമിക്കുന്ന ഒരു സുഷിരമുണ്ട്. ആ സുഷിരത്തിൻ്റെയും പിന്നിലായിട്ട് അഭ്യാസിക്ക് മറ്റൊരു സുഷിരം തുറക്കുന്നതാണ്. ഇതിലൂടെ അമൃതരസം ഊറി വരുന്നതാണ്. ആദ്യഘട്ടത്തിൽ സുഷിരത്തിലൂടെ ഈ അമൃതരസം ഗ്യാസ് മാത്രമാണ് വരുന്നത്, അതായത് വായു മാത്രമായിരിക്കും വരുന്നത്. പിന്നീട് എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മധുരരസം അനുഭവപ്പെടും. ഈ മധുരം അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുക. ചിലപ്പോൾ കുറേ കാലത്തേക്ക് അത് നിന്നുപോയെന്നും വരാം. അതിൽ സങ്കടപ്പെടാതെ ഉപാസകൻ വീണ്ടും അഭ്യാസം തുടർന്നുകൊണ്ടേയിരിക്കണം. മനസ്സുകൊണ്ട് അന്തർഭാഗത്തുള്ള കനിയെ പിഴിയണം. ഇങ്ങനെ അഭ്യസിക്കുമ്പോൾ ആ മധുരരസം വീണ്ടും അനുഭവിക്കാൻ തുടങ്ങും. രസം അനുഭവിക്കുക മാത്രമല്ല, പഴച്ചാറ് പോലുള്ള ഒരു ദ്രാവകം വായിൽ വരും. ഞാൻ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ വ്യാഖ്യാനം എഴുതുന്നതെന്ന് ഈ യോഗിവര്യൻ, അതായത് ശ്രീയുത് ബാലകൃഷ്ണനാഥ് പറയുന്നുണ്ട്. അപ്രകാരം വായിൽ വരുന്ന രസമാണ് യോഗാമൃതരസം. അപ്പം നമ്മൾ പുസ്തകങ്ങൾ എഴുതിയാലും വേണ്ടില്ല, അനുഭവിച്ചറിയ കാര്യം
തത്വദർശികളായിട്ടുള്ളവരെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലുള്ള ആ അമൃതരസമൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം തന്നെ രചിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ അനുഭവിച്ചറിയാത്ത ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറയുന്നത്, ശാസ്ത്രം യഥാവിധി പഠിക്കുകയും അത് പ്രായോഗിക തലത്തിൽ പ്രാക്ടീസ് ചെയ്യുകയും അതിൽ നിന്ന് ഉള്ള ഗുണത്തെയും ദോഷത്തെയും അനുഭവിച്ചറിഞ്ഞ തത്വദർശിയായിട്ട് മാറുന്നവരെ വേണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംശയം തീർക്കാൻ പോലും സമീപിക്കുന്ന ഗുരു തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിത്വാദർശന എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതിൽ വ്യാഖ്യാതാവ് തന്നെ പ്രത്യേകം അദ്ദേഹം എഴുതിയിട്ട് തന്നെയുണ്ട്, ഞാൻ ഈ പറഞ്ഞ അമൃതരസം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ വ്യാഖ്യാനം എഴുതുന്നത്. അപ്രകാരം വായിൽ വരുന്ന ഒരു രസമാണ് യോഗാമൃതരസം. ഉപാസകൻ അതിനെ കുടിച്ചു കൊള്ളണം. അഭ്യാസത്തിൽ പഴക്കം വന്നാൽ നാം ഭ്രൂമധ്യ അന്തർഭാഗത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ തന്നെ അമൃതരസം വായിൽ വരുന്നതാണ്. ഇപ്രകാരം അമൃതരസത്തെ പാനം ചെയ്തുകൊണ്ടും വായു മാത്രം ഭക്ഷിച്ചുകൊണ്ടും അവന് സദാകാലവും സുഖമായിട്ടിരിക്കുവാൻ സാധിക്കുന്നതാണ്. വനവാസിയായിരിക്കുന്ന ലക്ഷ്മണൻ വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് ദീർഘമായ 14 കൊല്ലക്കാലം സുഖമായി ജീവിച്ചതും ശൂർപ്പണഖ, ഖരൻ തുടങ്ങി ഇന്ദ്രജിത്ത് വരെയുള്ള അനേകം പേരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ട് വിജയിച്ചതും യോഗാമൃത പാനത്തിൻ്റെ മഹത്വം കൊണ്ടാണ്. ഉപാസകൻ യോഗാമൃത രസം മാത്രം കുടിച്ച് വായു മാത്രം ഭക്ഷിച്ച് സദാസമയം സമാധിയിൽ ജീവിക്കുമ്പോൾ അവൻ മരണത്തെ ജയിച്ച് ചിരഞ്ജീവിയായിത്തീരുന്നു. ഇതാണ് ശരിക്കും ഈ പാലാഴി കടഞ്ഞപ്പോൾ അമൃത കുംഭം കൊണ്ട് ധന്വന്തരി മൂർത്തി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്. നമ്മുടെ മനസ്സാകുന്ന പാൽക്കടലിനെ അക്ഷരം കൊണ്ട്, അതായത് ശബ്ദബ്രഹ്മത്തെയോ അക്ഷരബ്രഹ്മത്തെയോ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കടഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഈ പറയുന്ന അമൃതരസം ഉണ്ടാകുന്ന പറയണം. അത് ഇപ്പം പ്രത്യക്ഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നല്ല. ഇപ്പം ഞാനും ആ ഒരു സ്ഥിതിയിലേക്കൊന്നും എത്തിയിട്ടില്ല. അതൊക്കെ അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം പക്വത ഇനിയും എത്രയോ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പം എന്തായാലും ഈ ഒരു അമൃതമാണ് ചിരഞ്ജീവിത്വം നൽകുന്നത്. ദേവന്മാർക്ക് പോലും ഒരിക്കലും മരിക്കാത്ത അവസ്ഥ പകർന്നു കൊടുത്തത് ഈ അമൃതരസമാണെന്നർത്ഥം. അല്ലാതെ പുറത്തുനിന്ന് കുംഭത്തിൽ നിറച്ച ഒരു സാധനമൊന്നുമല്ല. നമ്മുടെ അമൃതകുംഭം എന്ന് പറയുന്നത് നമ്മുടെ ശിരസ് തന്നെയാണ്. ആ ശിരസിലെ ആജ്ഞാചക്രത്തിൽ ഭ്രൂമധ്യത്തിലാണ് ഈ പറയുന്ന അമൃതരസം ഊറി വരുന്നത്. അത് നമ്മുടെ ഈ കഫത്തിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകുമ്പം ഒരു ചെറിയ സുഷിരം വഴി കഫം മുകളിലിരിക്കുമ്പോൾ സൈനസിലൊക്കെ എവിടുന്ന് ആ കഫം വന്ന് നിറയുന്നത്. അപ്പോൾ അതിനൊരു ആജ്ഞാചക്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ സുഷിരമുണ്ട്. അതാണ് താഴെ പ്രൊഡക്ഷൻ ആകുന്ന ആ കഫം ഈ ശ്വാസഗതിയിലൂടെയൊക്കെ ഈ സുഷിരം വഴി മുകളിൽ കയറിയിട്ട് അതാണ് സൈനസിലൊക്കെ വന്ന് നിറയുന്നത്. നമ്മൾ ശ്വാസം തന്നെ എടുത്താൽ അത് ഈ പറയുന്ന സൈനസ് വഴിയൊക്കെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടെങ്കിൽ പോലും അതിലൂടെയാണ് ഈ അമൃതരസം വരുന്നതെന്നർത്ഥം. ഇപ്പം നമ്മൾ തലയിൽ രാസനാദി പൊടിയോ ഇല്ലേ, അതുപോലെ എന്തെങ്കിലും നെറുകയിൽ ഒന്ന് തിരുമിയാൽ മതി. ഇല്ലെങ്കിൽ ചില എണ്ണകൾ, ഇല്ലെങ്കിൽ നമ്മൾ കണ്ണിലൊരു മരുന്നൊഴിച്ചാൽ, മൂക്കിലൊരു മരുന്നിറ്റിച്ചാൽ അതിൻ്റെ രസം നമുക്ക് വായിലേക്ക് വരാറുണ്ടല്ലോ. അപ്പം ഈ നസ്യം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മൂക്കിലൂടെ ഒഴിക്കുന്ന മരുന്നിൻ്റെ രസം നെറുകയിൽ ഒന്നും വേണ്ട, രാസനാദി പൊടി ജലദോഷം വന്നിട്ട് തിരുമിയാൽ മതി. അതിൻ്റെ രസം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നാക്കിലറിയാൻ സാധിക്കും. ഇതാണ് ശരിക്കും അതിൻ്റെ എങ്ങനെയാണ് മെത്തേഡ് എന്നുള്ളത് നമുക്ക് ഇത്തരത്തിൽ ചിന്തിച്ചാലേ നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകാം. അപ്പോൾ ഈ വ്യാഖ്യാനം എഴുതിയ ആൾ തന്നെ ഈ അമൃതരസം അനുഭവിച്ച് അറിഞ്ഞ ആളാണ്. അതായത് പഴച്ചാറ് പോലുള്ള ഒരു ദ്രാവകം വായിൽ വരുന്നതാണ് പറയണത്. അത്രമാത്രം പക്വത ഉള്ള സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ എത്തുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എനിക്കിത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വ്യാകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അത്രമാത്രം യോഗസ്ഥിതിയിലേക്ക് എത്തുന്നവർക്കേ ഈ ഒരു യോഗം സിദ്ധിക്കുകയുള്ളൂ. അപ്രാപ്യസ്യ പ്രാപ്യത ഇത് യോഗം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം എല്ലാ ഘടകങ്ങളും ഈ പറയുന്ന സമാധിസ്ഥ ലക്ഷണ സമാധിയുടെ അഷ്ടാംഗയോഗം അനുസരിക്കുന്ന കാര്യം പറഞ്ഞു. നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് ആസനജയം സാധിച്ച് പ്രാണായാമം
ഒക്കെ വേണ്ട വിധം യഥാവിധി ശാസ്ത്രവിധി പ്രകാരം ചെയ്ത് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ആ സമാധിസ്ഥ ലക്ഷണം 8ാമത്തെ യോഗത്തിലാണ്, ഈ 8ാമത്തെ സ്റ്റെപ്പിലാണ് ഈ പറയുന്ന അമൃതരസം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു രസം അനുഭവിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തിയാൽ പിന്നെ ഈ പറയുന്ന രസവും വായുവും മാത്രം മതി ഭക്ഷണം നടത്താൻ. ബാക്കി പുറത്തു നിന്നുള്ള അന്നപാനാദികളൊന്നും ആവശ്യകതയില്ല, ജലം പോലും ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമൃതരസത്തിൽ ശരീരം നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് പറയുന്നത് രാമായണത്തിൽ ശ്രീ ലക്ഷ്മണൻ 14 വർഷക്കാലം കൊണ്ടുള്ള സാധനാബലത്താൽ സഞ്ചാര സമാധിയും ഇല്ലെങ്കിൽ ആരൂഢ സമാധിയെപ്പറ്റിയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയതാണ്. ആ സഞ്ചാര സമാധിക്ക് തന്നെ 12 വർഷത്തെ പ്രാക്ടീസ് വേണമെന്നും പിന്നെ ഒരു 1.5 വർഷക്കാലത്തെ വീണ്ടും അഭ്യാസം തുടർന്നാലാണ് ഈ ചിരഞ്ജീവിത്വം ആയുസ് പോലും വർദ്ധിച്ചു വരുന്ന അവസ്ഥ നമുക്കുണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അപ്പം 14 വർഷത്തെ സാധനാബലത്തിൽ വായു മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ ലക്ഷ്മണൻ പോലും ഇന്ദ്രജിത്തിനെ ജയിച്ചത്. അതേപോലെ ഖരൻ, ശൂർപ്പണഖ തുടങ്ങിയ അസുരന്മാരുള്ള സമ്പർക്കത്തിൽ പോലും അവർക്കൊന്നും യാതൊരു ദോഷവും സംഭവിക്കാത്ത വിധത്തിൽ അവരൊക്കെ വിജയിച്ചതും ഈ ശക്തിയിലാണ് എന്നിവിടെ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് സമാധിയിൽ ജീവിക്കുമ്പോൾ അവൻ മരണത്തെ ജയിച്ച് ചിരഞ്ജീവിയായി തീരുന്ന അവസ്ഥയുണ്ടാകും. ഊർധശൂന്യം മതശൂന്യം, മധ്യശൂന്യം യഥാത്മകം, സർവശൂന്യം സ ആത്മേതി സമാധിസ്ഥ ലക്ഷണം. ധ്യാനനിരതനായിരിക്കുന്ന ഉപാസകൻ ഊർധ്വലോകങ്ങൾ അഥവാ സ്വർഗലോകം ധ്യാനനിരതനായിരിക്കുന്ന ഉപാസകൻ ഊർധ്വലോകങ്ങൾ അഥവാ സ്വർഗലോകം ശൂന്യമാക്കണം. അവിടെ യാതൊന്നും ഉണ്ടാകുവാൻ പാടില്ല. സ്വർഗലോകം തന്നെ ഇല്ലാതാകണം. അവന് അധോലോകങ്ങളായിരിക്കുന്ന പാതാളങ്ങളും അഥവാ ഭൂലോകവും ശൂന്യമാക്കണം. മധ്യലോകമാകുന്ന അന്തരീക്ഷം അഥവാ ഭൂർലോകം അവന് ശൂന്യമാകണം. ബുദ്ധിയും പ്രചോദനങ്ങളും അവന് ശൂന്യമാകണം. സർവവും ശൂന്യമായ അവന് ആത്മാവും ശൂന്യമാകും. ഭവ സ്വർഗലോകങ്ങളും 3 ലോകങ്ങളും പ്രചോദനവും മനസ്സും ബുദ്ധിയും ആത്മാവും ശൂന്യമായിരിക്കുന്ന അവൻ്റെ ഗായത്രി ശൂന്യഗായത്രിയാണ്. അതായത് അവൻ നിത്യകർമ്മരഹിതനായി തീരും. സർവവും ശൂന്യമായ ആത്മാവും ശൂന്യമായ ആ അവസ്ഥ സമാധിയുടെ ലക്ഷണമാണ്. ഇത് തന്നെയാണ് നവയോഗികളിൽ ഒരാളായിരിക്കുന്ന സിദ്ധാർത്ഥൻ്റെ അനാത്മാവാദവും ഇത് തന്നെയാകുന്നു. സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് സിദ്ധബുദ്ധൻ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ധ്യാനത്തിൻ്റെ പരമകോടി സമാധിയുടെ അങ്ങേ അറ്റത്തെ അവസ്ഥയാണ്. ഈ അവസ്ഥയിലേക്കൊക്കെ നമുക്കെത്താന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഈ ജന്മത്തിൽ തന്നെ സാധിക്കുമെന്നുള്ളത് അത്ര നമുക്കതേപ്പറ്റിയൊന്നും വ്യാകുലപ്പെടുകയോ എക്സൈറ്റ്മെൻ്റ് ഒന്നും വേണ്ടെന്നർത്ഥം. ഇത് ഈ ഉത്തരഗീതയിൽ ഈ സമാധിയുടെ ലക്ഷണം പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയുണ്ട് ജീവൻ മുക്തി ഭാവത്തിന് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. സാധാരണ ഇതൊന്നും ഇല്ലാതെ തന്നെ സാധാരണ ശരണാഗതി ഭക്തി കൊണ്ട് ഈ രസമൊക്കെ നമുക്ക് ചിരഞ്ജീവിത്വമൊക്കെ അനുഭവിക്കാൻ സാധിക്കും. അതിന് ഈ പറയുന്ന യോഗസിദ്ധിയിലേക്ക് എത്തണമെന്ന് 3 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ശരണാഗതി ഭക്തി, അനന്യമായ ഭക്തി, ഏകാന്ത ഭക്തി കൊണ്ട് ഈ പറയുന്ന അവസ്ഥയൊക്കെ ജയിച്ച് ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കും. അതാണ് സാധാരണക്കാർക്ക് ഏറ്റവും ലളിതമായി. അവിടെ പോലും അചഞ്ചലമായ ഭക്തി നമുക്കുണ്ടാകാൻ വളരെ വിഷമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ്. അപ്പോൾ യോഗസിദ്ധി എന്നൊക്കെ പറയുന്നത് പല മാർഗമുണ്ട്. അത് ഓരോരുത്തരുടെ സ്വഭാവവും അവരുടെ ജന്മവാസനയൊക്കെ അനുസരിച്ചുകൊണ്ടായിരിക്കും അവർക്കൊക്കെ ഈ മാർഗത്തിൽ പ്രവേശിക്കാനുമുള്ള തോന്നലും അത് കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്യാനും ഈ അമൃതരസമൊക്കെ അനുഭവിക്കാൻ സാധിക്കുക, ഈ സമാധി അവസ്ഥ അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അവരവരുടെ കർമ്മവാസനയും മാർഗവും അനുസരിച്ചുകൊണ്ട് തന്നെയായിരിക്കും. ഇപ്പം എനിക്ക് പറയുന്ന മാർഗമായിരിക്കില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയുന്ന മാർഗം. നമ്മൾ ഏത് മാർഗം സ്വീകരിച്ചാലും വേണ്ടില്ല, എത്തുന്നത് ഒരു സ്ഥലത്തായിരിക്കും. അതാണ് ബ്രഹ്മചര്യ അവസ്ഥ. ബ്രഹ്മചാരി ആകണം എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചിരിക്കുന്നത് ഈ ഭൗതികമായിട്ടുള്ള സകലതും ഉപേക്ഷിച്ച് അങ്ങനെ ഒരു മസിൽ പിടിച്ച് സകല കുടുംബവും കുട്ടികളും ഇല്ലേ ഇതൊക്കെ ഉള്ളവർ പോലും ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട്
ബ്രഹ്മചാരിക എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീ സംബന്ധം ഇല്ലാതിരിക്കുക എന്നാണ്, അതൊരു ഒരു യോഗ്യതയാണ്. പക്ഷേ ഇതിലേക്ക് സമാധിസ്ഥനാകുമ്പോൾ യാതൊരു ബന്ധവും പാടില്ലോ. ഈശ്വരനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പോകുന്ന പരമമായ ലക്ഷ്യം ബ്രഹ്മപ്രാപ്തി പരമമായ ലക്ഷ്യമാണെങ്കിൽ അതിനുള്ള ആചാരാനുഷ്ഠാനങ്ങളെ അനുഷ്ഠിക്കുന്നവനെയാണ് ആചാരം ആ മാർഗം സ്വീകരിച്ച് ചരിക്കുന്നവനെയാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത്. അത് ആർക്ക് ഏത് മാർഗവും വേണമെങ്കിലും ബ്രഹ്മത്തെ നമ്മളെല്ലാവരും ലക്ഷ്യമായിട്ട് നമുക്ക് യുക്തമായ മാർഗം ഏത് സ്വീകരിച്ചാലും നമ്മളെല്ലാവരും എത്തുന്ന ഒരു സ്ഥലത്തായിരിക്കും. ഇവിടെയാണ് കൺഫ്യൂഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തേണ്ടത്. അപ്പം ലക്ഷ്യം പരമമാണെങ്കിൽ അനുഷ്ഠാനങ്ങൾ അവരുടെ ശരീരസ്ഥിതി, ആരോഗ്യം, അവരുടെ യുക്തിസഹജമായിട്ട് വാസനാബലവും സ്വഭാവവും ഒക്കെ അനുസരിച്ചുകൊണ്ട് ഏത് മാർഗവും സ്വീകരിക്കാം. അപ്പൊ ഇതിൽ പറയുന്ന ഈ യോഗാവസ്ഥയൊന്നും എല്ലാവർക്കും പ്രാപ്യമാണെന്നോ ഇല്ലെങ്കിൽ എല്ലാവരും ഈ മാർഗത്തിൽ എത്തിയാൽ മാത്രമേ അങ്ങോട്ട് എത്തുള്ളൂ എന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട എന്നർത്ഥം. അപ്പൊ നമ്മളിത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ പല മാർഗങ്ങളിൽ ഒരു മാർഗം ഇതും ഉണ്ടെന്ന് നമ്മൾ അറിയണമല്ലോ. ഇതിൽ ഏതാ യുക്തിസഹജം എല്ലാവർക്കും പറ്റില്ല. ചിലർക്ക് ഈ മാർഗമായിരിക്കും ഇഷ്ടം, ഇല്ലെങ്കിൽ അവരുടെ ജന്മവാസന അനുസരിച്ചുകൊണ്ട് അവർക്ക് ഈ മാർഗത്തിൽ ഗുരുവിനെ കണ്ടെത്താനും കൃത്യമായിട്ട് അതൊക്കെ ഉൾക്കൊള്ളാനും അവരുടെ ജന്മവാസനയും കൂടെ ചേർത്തിട്ട്, അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ശ്രേഷ്ഠമായിട്ട് ദീക്ഷയൊക്കെ എടുത്താലും വേണ്ടില്ല, അവരുടെ മാർഗം ഇത് യുക്തിയാണോ യുക്തിസഹജമായിട്ട് സാധിക്കുകയോ ഇല്ലയോ എന്നുള്ളത് സാധിക്കുമ്പോഴേ അറിയുള്ളൂ. ഗുരു ശീലിച്ച മാർഗം തന്നെ നമുക്ക്, അതാണ് ചിലതൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തണം എന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പം അതുകൊണ്ട് ഈ ഒരു മാർഗത്തിൽ പോയാൽ മാത്രമേ ജീവൻ മുക്തി സാധ്യമാകൂ എന്ന് ധരിക്കണ്ട എന്നർത്ഥം. നമുക്ക് യുക്തി ചിലപ്പോൾ സിമ്പിൾ എന്താ പറഞ്ഞേ, നമുക്ക് എപ്പോഴും നാമം ജപിച്ച അതിൻ്റെ എണ്ണം കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് ചിലപ്പം ഭഗവാൻ. അപ്പം എപ്പോഴാണ് ഈ മാർഗം തെളിഞ്ഞു വരിക എന്ന് കൃത്യമായിട്ട് നമുക്ക് മുൻവിധിയോടുകൂടി ഒന്നിനെയും സമീപിക്കരുത് എന്നർത്ഥം. നമ്മൾ ശ്രേഷ്ഠമായ മാർഗത്തിലാണ് ഇപ്പം ചരിക്കുന്നത്. ദൈവിക സമ്പത്തോടു കൂടി ജനിച്ചവരാണ്. ഇതൊക്കെ അറിയാൻ ഭാഗ്യം ഇത് തന്നെ ഏറ്റവും വലിയ കൃപയായിട്ട് അനുഗ്രഹം. ഇപ്പം കഴിഞ്ഞ ദിവസം പ്രദീപ് ചോദിച്ചു, അവരുടെ കൃപ എന്ന് പറയുന്നത് എന്താണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് നമുക്ക് ഇതൊക്കെ ശരിയായ മാർഗത്തെ, പല വഴികളുണ്ടെങ്കിലും ആ മാർഗങ്ങളെപ്പറ്റി ഒരാൾ ചിന്തിച്ചിട്ട് ഏത് മാർഗമാണ് നമുക്ക് ഈ 3 മാർഗത്തിൽ ഏത് മാർഗവും സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള മാർഗദർശനം നൽകുന്നത്, ആ മാർഗദർശനം അനുഭവിക്കാൻ, ഇല്ലെങ്കിൽ അത് കേൾക്കാൻ അറിയാൻ സാധിക്കുക എന്ന് പറയുന്ന സത്സംഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു കൃപയാണ്. പരലോക നിയമങ്ങളനുസരിച്ച് 5-6 മണ്ഡലത്തിൽ എത്തുന്നവർക്ക് ഈ ഭാഗ്യം സിദ്ധിക്കൂ. ആ 5-6 മണ്ഡലത്തിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ ആളൊക്കെ ഭഗവാനെ നിയോഗിക്കുന്നതാണ്. അപ്പം ഞാനൊരു നിമിത്തമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ യോഗമാണ് ശ്രേഷ്ഠം. ഇപ്പോൾ 10,000-1500 പേര് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഈ ക്ലാസ്സുകൾ കേട്ടിരുന്നവർ കുറച്ച് ചുരുക്കം പേര്, അതിൽ 4-1 പേര് സെലക്ട് ചെയ്തെടുത്തിട്ടില്ല എന്നർത്ഥം. ഞാൻ അതുകൊണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുത്തത്. നിങ്ങൾ ആരോ ജിജ്ഞാസു, അതറിയാൻ പറ്റുന്നവർക്ക് ഇതൊക്കെ അറിയാനുള്ള യോഗ്യതയുള്ളൂ. അല്ലാതെ എല്ലാവരെയും കുറച്ച് സൈലൻ്റായിട്ടിരിക്കുന്നവരെയൊക്കെ എനിക്കറിയാം. പക്ഷേ വെറും ശ്രോതാവായിട്ട് ഇരിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. കാരണം അങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. പിന്നെ കേട്ടാലും ഉണ്ടാവും ഗുണം, പക്ഷേ അത് പിന്നെയും ഡ്യൂറേഷൻ വേണം, അതിനുള്ള യോഗ്യത. കേൾക്കാൻ തന്നെ യോഗ്യത കിട്ടിയാൽ ഇതുവരെ കേട്ട കാര്യങ്ങൾ തന്നെ അല്പമെങ്കിലും സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാൽ എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ കൂടെ ആ ഒരു പക്വത വരുന്നണം. അപ്പോഴേ ഈ ജിജ്ഞാസുവായിട്ട് ഇത്തരത്തിലുള്ള യോഗമൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ സാധിക്കും. അത് തന്നെ ഏറ്റവും വലിയ ഗുരുവായൂരപ്പൻ്റെ കൃപയും അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ പലരും നമ്മൾ ഏത് മാർഗത്തിൽ ഏത് ഗുരുക്കന്മാരുടെ അടുത്ത് പോയാലും പലരും നമ്മളെ കൺഫ്യൂഷനാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ പേടിപ്പിക്കും പലതരത്തിൽ. നമുക്ക് അല്ലെങ്കിൽ തന്നെ കുറേയധികം കാര്യങ്ങൾ ഞാൻ വിസ്താര ഭയത്താൽ വിസ്തരിക്കുന്നത് തന്നെ ഇല്ല. കാരണം എന്താ, സാധാരണക്കാർക്ക് അത് കേട്ടാൽ ഭയം ജനിക്കും. അതാണ് കുഴപ്പം. ഇങ്ങനെയൊക്കെ ആവുമോ എന്നൊരു തോന്നലുണ്ടായാൽ തന്നെ അത് തന്നെ എക്സൈറ്റ്മെൻ്റ് ആവും, സംശയം ഉണ്ടാവും. അപ്പം ഞാനിതൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നുള്ള ഭയം ജനിച്ചാൽ, ഞാൻ തന്നെ പറയാറുണ്ടല്ലോ, സാധാരണ ഇഷ്ടദേവതയെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ഇഷ്ടദേവത ആയി തീരും, ആ തന്മയീഭാവം വരും. അപ്പോൾ പലതും നമ്മളിലൂടെ പ്രകടമാകും. അപ്പോൾ അത് വേണ്ട വിധത്തിൽ നമ്മൾ പക്വതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ
അവിടെ നമുക്ക് തന്നെ ബന്ധനം ഉണ്ടാകും. അതുകൊണ്ടാണ് അതൊന്നും നല്ലതല്ല. അതിൻ്റെ ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പോൾ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമുക്ക് പ്രശ്നമായി തീരും. നമ്മുടെ ഉപയോഗക്രമമാണ് അതിനെ ദുർവിനിയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ദോഷങ്ങൾ, അല്ലാതെ ഈ സിദ്ധി കിട്ടിയിട്ടുണ്ടാകുന്ന ദോഷമല്ല. പക്ഷെ ആ സിദ്ധി കിട്ടിക്കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ദുർവിനിയോഗം ചെയ്താലാണ് അത് നമുക്ക് തന്നെ ദോഷമായിട്ട് വരും. അല്ലാതെ ഈശ്വരൻ ശിക്ഷിച്ചിട്ടല്ല അത് കിട്ടുന്നത്, അങ്ങനെ വരുന്നത്. പലരും ധരിക്കുന്ന അതാ, ഞാനിത് ഈ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ട് ആണ് ഇതിനൊക്കെ പുറപ്പെട്ടിട്ട് എനിക്ക് ദോഷമൊക്കെ ഒന്ന് ഭവിച്ചു എന്ന് ചിന്തുമ്പോൾ പലർക്കും പറ്റുന്ന അതാ. അത് കുറച്ച് പേര് പറഞ്ഞ് പേടിപ്പിക്കാനും ഉണ്ടെങ്കിൽ പിന്നെ സംശയമൊന്നുമില്ല. അത് നമ്മളൊരു ഘട്ടത്തിൽ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഈ ഭക്തിമാർഗത്തിൽ സ്വീകരിക്കുമ്പം ഇതിൽ ഏത് മാർഗം സ്വീകരിച്ചാലും ഉണ്ടാവും അത്. ജ്ഞാനമാർഗം സ്വീകരിച്ചാലും യോഗമാർഗം സ്വീകരിച്ചാലും വേണ്ടില്ല, ഇല്ലെങ്കിൽ എന്താ പറഞ്ഞേ സാധാരണ ശരണാഗതി ഭക്തി ഉണ്ടായാലും ഇഷ്ടദേവതയെ ഉപാസിച്ചാൽ ഇഷ്ടദേവത കെട്ടിയിട്ട് ഭരിക്കുന്നൊക്കെ ശങ്കരാചാര്യർ പറഞ്ഞത് ഈ ഒരവസ്ഥ മനസ്സിലാക്കിയിട്ടാ. കെട്ടിയിട്ട് ഭരിക്കാന്ന് പറഞ്ഞാൽ നമുക്കത് ബന്ധനം ഉണ്ടാക്കുന്ന അർത്ഥം. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ഇങ്ങനെയുള്ള മാർഗദർശനം. അപ്പം പലർക്കും ഇതൊക്കെ കേൾക്കുമ്പം ഇങ്ങനെയൊക്കെ ആവുമോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊരു എക്സൈറ്റ്മെൻറ്റും ഒരു സംശയമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മാർഗത്തിലൊന്നും ചെയ്യാൻ പറ്റാതെ വരും. പക്ഷേ അവിടെയൊക്കെയാണ് ഗുരുവിൻ്റെ സാന്നിധ്യം ആവശ്യമായി വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു ചോദിച്ചാൽ നിങ്ങളെ ഞാൻ ആ പടി കടത്തി വിടും, ആവശ്യമില്ല. കാരണം ഞാൻ ഈ പടി കടന്നതാ. പലരും നമുക്ക് ഭക്തജനങ്ങൾ തന്നെ വന്നിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സിദ്ധികളൊക്കെ ലഭിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർ ഏതെങ്കിലും വ്യക്തി പറഞ്ഞു കേട്ട് ആകർഷിക്കപ്പെടും. അപ്പോൾ അതിലൊക്കെ വന്ന് നമ്മളെ കൂടുതൽ ഭക്തജനങ്ങൾ തന്നെ ചിലപ്പം ബന്ധനത്തിൽപ്പെടും. അതിനെ ഓവർകം ചെയ്യണം. ഞാനതിനെ ഓവർകം ചെയ്തു എന്നുള്ളതാണ്. ഒരു സമയത്ത് ഞാൻ ഗുരുവായൂരപ്പനാണെന്നൊരു ഭാവം വന്നിരുന്നു. ത്രികാലങ്ങളെ കാണും, മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി. ഇപ്പോഴും ഞാൻ അതൊക്കെ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ബന്ധനമില്ല. അത്ര മാർഗദർശനം കൊടുക്കുക എന്നുള്ളത് ഉദ്ദേശമുള്ളൂ. അതിൽ നിന്നൊന്നും നമ്മളതിനെ ദുർവിനിയോഗം ചെയ്യുക, അതിൽ നിന്നൊക്കെ നമുക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭക്തജനങ്ങൾ തന്നെ വന്ന് അതും ഇതുമൊക്കെ കാര്യം നടന്നു കഴിയുമ്പോഴേ പലതും കൊണ്ടൊന്ന് വയ്ക്കും നമ്മുടെ മുമ്പിൽ. അതൊക്കെ നമ്മൾ ഏറ്റെടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് എനിക്ക് ബന്ധനം ഉണ്ടാക്കും, എൻ്റെ മാർഗത്തിന് തടസ്സം ഉണ്ടാക്കും. അത് ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങിയാലോ. അതുകൊണ്ട് അതിനൊന്നും വേണ്ട എന്ന് പറയുന്നതിൻ്റെ കാര്യം. പക്ഷെ എന്നാലും ചിലപ്പം എന്താ പറഞ്ഞേ, പ്രതീക്ഷിക്കാം വ്യതിർച്ഛാലാപസന്തുഷ്ടവും ദ്വാദിയോ മത്സര എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും ഭഗവാൻ ഏതൊക്കെ തരത്തിലാണ് യോഗക്ഷേമം നമ്മുടെ നോക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ ബന്ധനം ഉണ്ടാകാതിരിക്കാനുള്ള മാർഗവും കൂടെ എനിക്കറിയാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് മുമ്പുണ്ട് സമർപ്പിച്ചാലും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള പഞ്ചമഹായജ്ഞങ്ങളെ പറ്റി ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു 5 രൂപ ഏത് മാർഗത്തിൽ കിട്ടിയാലും വേണ്ടില്ല, അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ മാർഗദർശനം നൽകാൻ സാധിക്കുന്നത് അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ഘട്ടങ്ങളൊക്കെ ഓവർകം ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ ജീവൻ മുക്തി എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കാൻ പോലും സാധ്യമല്ല. ഇത് നമുക്ക് ഈ അമൃതരസം എന്ന് പറയുന്നത് കുടത്തിൽ അമൃതം കൊണ്ട് വന്ന് കുടിക്കാൻ തരിക എന്നല്ല അർത്ഥമാക്കേണ്ടത്. നമുക്ക് ജീവിതം തന്നെ അമൃതരസത്താൽ നമുക്ക് മധുരതരമായിട്ട് മാറും. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഒരിക്കലും ദുഃഖമുണ്ടാകാതെ എന്ത് ക്ലേശങ്ങളെ പോലും നമ്മൾ മധുരരസത്താൽ അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അല്ലാതെ കുറച്ച് ഒരു കുമ്പത്തിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു കുടത്തിൽ കൊണ്ടുവന്ന് കുറച്ച് അമൃത പാൽപ്പായസം കഴിക്കുന്ന പോലെ കുടിക്കുക എന്നല്ല അർത്ഥം. എന്തായാലും പാലാഴി കടഞ്ഞിട്ട് കിട്ടിയ അമൃതരസം എന്ന് പറയുന്നത് ഈ യോഗമാർഗത്തിൽ കിട്ടുന്ന അമൃത് തന്നെയാണ്. ഇതാണ് ദേവന്മാർക്ക് പോലും ചിരഞ്ജീവിത്വം കൊടുത്തത്. അത് ആസുരീഭാവമുള്ളവർ കൊണ്ടുപോയിട്ട് അവർക്ക് അത് അനുഭവിക്കാൻ സാധിച്ചില്ല. അവർക്കത് അനുഭവിക്കണം എന്ന് ഉദ്ദേശമുണ്ട്, കട്ടുകൊണ്ട് പോയിട്ടും അവർക്കത് ഉപയോഗിക്കാൻ സാധിച്ചില്ല. കാരണം അതിന് ഗുണദോഷങ്ങളെ തിരിച്ചറിച്ച ഒരു പക്വത വേണം, അല്ലാതെ സാധിക്കില്ല. അവിടെ ഈശ്വരൻ തന്നെ, യഥാർത്ഥ ബ്രഹ്മശക്തി തന്നെ വേഷം മാറി ചെന്നിട്ട് അവരുടെ മുമ്പിൽ തന്നെ ദേവന്മാർക്ക് കൊടുത്തു, ഇല്ലേ? അപ്പം എന്ത് കാര്യത്തിനും അതിനുള്ള പക്വതയും യോഗ്യതയും ഇല്ലാതെ നമുക്ക് ഒരു സ്റ്റേജിലും എത്താൻ സാധ്യമല്ല എന്നർത്ഥം. അത് ഭക്തിമാർഗത്തിലായാലും വേണ്ടില്ല. നമുക്ക് ഈ പറയുന്ന നമ്മൾ എത്രയോ ജന്മങ്ങൾ 1, 2, 3 മണ്ഡലങ്ങളിലൊക്കെ ശരിക്കും ഈ പറയുന്ന 84 ലക്ഷം തരം ജീവജാലങ്ങളുടെ പരിക്രമണമാണ്, പരിവർത്തനങ്ങൾ, പരിണാമങ്ങളാണ് 1, 2, 3 മണ്ഡലങ്ങളിലുള്ളത്.
അതിൽ നിന്ന് സ്വയം മനുഷ്യജന്മം കിട്ടിയിട്ടാണ് 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തുന്നത്, കുറേശ്ശെ ഭക്തിയിലേക്ക് 4ാമത്തെ മണ്ഡലത്തിലെത്തുന്നത്. അതാണ് ശരിക്കും ദുഃഖം വരുമ്പോൾ ഈശ്വരനെ ഭജിക്കാൻ തുടങ്ങുമോ, ഈശ്വരനുണ്ടോ എന്നുള്ള വിചാരമൊക്കെ അവിടെ തുടങ്ങുന്നത്. അപ്പോൾ അതിനെയൊക്കെ കടന്നു വന്നവരാണ് നമ്മൾ. 5, 6 മണ്ഡലങ്ങളിലുള്ളവർക്ക് ഇതൊക്കെ അറിയാനുള്ള യോഗ്യത തന്നെ കിട്ടും. അത് തന്നെ ഗുരുവായൂരപ്പൻ്റെ കൃപയാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇനി നമ്മൾ ഈ പ്രാരാബ്ധങ്ങളുടെ ഇടയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. എനിക്കടക്കം പ്രാരാബ്ധമുണ്ട്, ഇല്ല. അപ്പം അതൊക്കെ അനുഭവിക്കുന്നതിനിടയ്ക്ക് അടുത്ത സ്റ്റേജിൽ ഇതൊക്കെ അറിഞ്ഞിരുന്നാലല്ലേ നമുക്ക് ഏത് മാർഗത്തിലാണ് നമുക്ക് ക്ലിയറായി കിട്ടുക. ഇല്ലെങ്കിൽ ഈ 3 മാർഗങ്ങളിൽ ഏതാണ് നമുക്ക് റൂട്ട് തെളിയിച്ചു തരുന്നതെന്ന് ആ ഈശ്വരൻ നിശ്ചയിച്ച മാർഗത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും എത്തുക. പക്ഷേ എല്ലാവരും അനുഭവിക്കുന്ന ജീവൻ മുക്തഭാവി അമൃതരസം അനുഭവിക്കുക എന്ന് പറയുന്നത് ദുഃഖങ്ങളില്ലാതെ അനായാസന ജീവിതം നയിക്കുക എന്നുള്ളതാണ്. പിന്നെ ദേഹബോധത്തെ വിട്ടിട്ട് എങ്ങനെ ഈ അവധാന ശൂന്യ ഭാവിത ഭാവാത്മാ പുണ്യപാപൈ പ്രമുച്ചതേ എന്ന് പറയുന്നത്, അങ്ങനെ ഭാവനയിലൂടെ അഥവാ ധ്യാനത്തിലൂടെ എല്ലാം ശൂന്യമാക്കി തീർത്ത ആ മഹാത്മാവ് പുണ്യപാപങ്ങളിൽ നിന്നും മോചിതനാകുന്നു. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ശരീരം, മനസ്സ് എല്ലാം ഇല്ലാതെയാകണം എന്ന് ഇവിടെ പറയുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ശങ്കരാചാര്യർ എന്താ പറഞ്ഞേ 5-6 ശ്ലോകത്തിലൂടെ താൻ ആരാണ് എന്ന് ഗുരു ചോദിച്ചപ്പോൾ പറഞ്ഞത്. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം ന കർണം ന ജിഹ്വ ന ച ഘ്രാണനേത്ര ന ച വ്യോമഹോമിർ തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇതാണ് ഈ സകലതും ശൂന്യമായിട്ട് ശിവോഹം എന്ന് പറയുന്നത്. അതായത് ശരീരം, പഞ്ചഭൂതാത്മകമായ ശരീരവും ആ പരാശക്തിയുമായിട്ട് ലയിച്ചു കഴിഞ്ഞാലാണ് ശിവമയമാകുക. അവിടെ ദേഹബുദ്ധി കംപ്ലീറ്റ് ഇല്ലാതെയാകും. അപ്പം മനസ്സില്ലാത്തവരും ബുദ്ധിയില്ലാത്തവരും അഹങ്കാരമില്ലാത്തവരും ചിത്തം നാഹം, കർണം അതായത് ചെവി, അല്ലെങ്കിൽ ശ്രോതേന്ദ്രിയം, ജിഹ്വ സ്വാദ് അറിയുന്ന ഇന്ദ്രിയം, ഘ്രാണേന്ദ്രിയം മൂക്ക്, ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളെയും എല്ലാം ഇല്ലാതെയാക്കി വായു ചിദാനന്ദരൂപ ശിവോഹം. ഇവിടെ പറഞ്ഞത് എന്താ? സകലതും ശൂന്യം വായുവിൽ ആണ് ഈ ബ്രഹ്മശക്തി നിലനിൽക്കുന്നത്. അതായത് പ്രാണവായു തന്നെയാണ് ശിവോഹം ശിവോഹം ശിവോഹം. അഹംബോധത്തെ ഉണ്ടാക്കി തരുന്നത്, ഞാനെന്ന ബോധം ഉണ്ടാക്കി തരുന്നത് ബിന്ദു മാത്രമായിരിക്കുന്ന ആ ബ്രഹ്മശക്തിയാണ് ശിവോഹം എന്ന് പറയുന്നത്. നജ പ്രാണ സംജ്ഞോ ന വൈ പഞ്ചവായുർ ന വാ സപ്തധാതുർ ന വാ പഞ്ചകോശ ന വാക്പാണി പാദൗ നജോ ഉപസ്ഥവായു ചിദാനന്ദരൂപാ ശിവോഹം ശിവോഹം. ഇത് നമ്മൾ നിരന്തരം ചൊല്ലി പഠിച്ചോളണം. അപ്പോഴാണ് നമ്മൾ ഇതൊന്നുമല്ല എല്ലാത്തിനെയും നിഷേധിച്ച് കേവം ശിവോഹം ശിവോഹം എന്ന് മാത്രം, അത് തന്നെയാണ് ആ നിഷ്കള ബ്രഹ്മം എന്ന് പറയുന്നത്. പിന്നെ അത് നമ്മളുണ്ടാകുന്ന ന മേ ദോഷരാഗൗ ന മേ ലോപമോഹൗ മതോ നൈവമേം നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷോ ചിദാനന്ദരൂപാ ശിവോഹം ശിവോഹം. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും. കാരണം അതിനുള്ള പക്വതയൊക്കെ നിങ്ങൾക്ക് ഇതുവരെ ഗീത പഠിച്ചിട്ടും ഭാഗവതം കുറച്ചൊക്കെ പഠിച്ചിട്ടും ആ ഒരു ബോധം ഉണ്ടായിട്ടുണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ട് വ്യാഖ്യാനിക്കുന്നതല്ലേ. ഈ പദങ്ങൾ ഓരോ വാക്ക് പറയുമ്പോൾ തന്നെ ഞാനിതല്ല നാ ധർമ്മം ഇത് പറഞ്ഞില്ലേ, ന മോഷരാഗോ ന ലോഭമോഹോ മതോ നൈവ മത്സര്യഭാവ ന ധർമ്മോ ന ചാർത്തോ ന കാമോ ന മോഷോ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന അന്തോ ന തീർത്ഥം ന വേദോ ന യജ്ഞോ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപോ ശിവോഹം ശിവോഹം. ഇത് തന്നെയാണ് ശൂന്യഭാവിത ഭാവാത്മാ പുണ്യപാപൈ പ്രമുച്യതേ. അങ്ങനെ ഭാവനയിലൂടെ അഥവാ ധ്യാനത്തിലൂടെ എല്ലാം ശൂന്യമാക്കി തീർത്ത ആ മഹാത്മാവ് സർവ പുണ്യപാപങ്ങളിൽ നിന്നും മോചിതനാകുന്നു എന്ന് പറഞ്ഞതാണ് ഇവിടെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. ന പുണ്യം ന പാപം ന സൗഖ്യം ന സുഖം ന അന്തോ ന തീർത്ഥം ന വേദോ ന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപോ ശിവോഹം ശിവോഹം.
ഇത് ഇത് തന്നെ നമ്മൾ ധ്യാനത്തിലെടുത്തുകൊണ്ട് ഇത് നമ്മൾ ശിവോഹമായി മാറണം. ഇത് പ്രാപ്തമായാൽ അത് ഈ ശരീരം പോലും ശവമാണ്. ഈ ബോധം മാത്രമാണ് ശിവം എന്ന ബോധത്തിൽ നിൽക്കുന്നത്. ഞാനുണ്ട്, ഞാൻ എന്ന ഭാവം, എൻ്റെ എന്നുള്ള ഭാവം ഉണ്ടാകുന്നത് കേവലം ഈ ബ്രഹ്മം മാത്രമാണ്. അതാണ് നാം അറിയേണ്ടത്. ഈ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, നാ പുണ്യം, നാ പാപം, നാ സൗഖ്യം, നാ സുഖം, നാ അന്തോ, നാ തീർത്ഥം, നാ വേദോ, നാ യജ്ഞ, അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താ ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം. ന മൃത്യു ന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേം നൈവ മാതാ ച ജന്മ ന ബന്ധുർന ശത്രു നൈവ ശിക്ഷ്യാം ഗുരുന്നൈവ ശിക്ഷ്യാം ചിദാനന്ദരൂപോ ശിവോഹം ശിവോഹം. അപ്പൊ ഇവിടെ പറയുന്നു നോക്കൂ, ന മൃത്യു ന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേം നൈവ മാതാ ച ജന്മ ന ബന്ധുർ ശത്രുർ ന ശത്രു ഗുരുർ നൈവ ശിഷ്യ, ഗുരുവില്ല ശിഷ്യനുമില്ല എന്ന്. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അഹം നിർവികൽപ്പാം നിരാകാരരൂപോ വിഭൂതാച്ച സർവത്ര സർവേന്ദ്രിയാണാം നചാസങ്കതം നൈവ മുക്തിർന ബന്ധുർ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇത് തന്നെയാണ് വ്യാഖ്യാതാവ് ഇവിടെ പറഞ്ഞത്. ഊർധശൂന്യം അധശൂന്യം മധ്യശൂന്യം ശൂന്യം യഥാത്മകം സർവശൂന്യം സ ആത്മേതി സമാധിസ്യ ലക്ഷണം ശൂന്യ ഭാവിതാ ഭാവാത്മാ പുണ്യപാപൈ പ്രമുച്യതേ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുനൊരു സംശയം. അദൃശ്യോ അർജുന ഉവാച അദൃശ്യേ ഭാവന നാസ്തി ദൃശ്യമേതൽ വിനശ്യതി അവർണം അസുരം അസ്വരം ബ്രഹ്മ കഥം ധ്യായന്തി യോഗിന. അർജുനൻ ചോദിച്ചു ഭഗവാനോട്, അദൃശ്യ വസ്തുവിനെ കണ്ടിട്ടില്ലാത്തതിനാൽ അതിനെ സങ്കല്പിച്ച് ധ്യാനിക്കുവാൻ സാധിക്കുന്നില്ല. ദൃശ്യവസ്തുക്കൾ നശ്വരങ്ങളായതിനാൽ അവയെ സങ്കല്പിച്ച് ധ്യാനിക്കുന്നത് കൊണ്ട് പ്രയോജനവുമില്ല. മാത്രാതീതവും ശബ്ദരഹിതവും നിരാകാരവുമായ ബ്രഹ്മത്തെ പിന്നെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? എനിക്ക് ശൂന്യമായിരിക്കുന്ന അതിനെ ധ്യാനിക്കുവാൻ കഴിയുന്നില്ല. യോഗികൾ എങ്ങനെയാണ് നിരാകാര ബ്രഹ്മത്തെ ധ്യാനിക്കുന്നത്? അർജുൻ ചോദിക്കുന്ന ഇതേ ചോദ്യം എനിക്ക് എൻ്റെ മനസ്സിൽ ഉദിക്കാറുണ്ട്. ഈ അദൃശ്യ വസ്തുവിനെ നമ്മളൊരു ധേയവസ്തുവിനെ ഉപാധിയായിട്ട് സ്വീകരിച്ചാലും അത് സത്യമല്ല എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണല്ലോ അർജുനൻ. മാത്രാതീതവും ശബ്ദരഹിതവും നിരാകാരവുമായിരിക്കുന്ന ബ്രഹ്മത്തെ പിന്നെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? കാരണം ഈ ദൃശ്യവസ്തുക്കൾ നശ്വരങ്ങളായതിനാൽ അവയെ സങ്കല്പിക്കുന്ന ധ്യാനിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? അപ്പം ഇതേ ചോദ്യം എൻ്റെ മനസ്സിൽ ധ്യാനിക്കാനിരിക്കുമ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു വിഗ്രഹം വെച്ചിട്ടോ ഇല്ലേ വിളക്ക് വെച്ചിട്ടോ ഒക്കെ ധ്യാനിക്കാൻ പറഞ്ഞാലും ഇത് ദൃശ്യവസ്തുവാണ്. ദൃശ്യവസ്തു ഒന്നും ശാശ്വതമല്ല. നമ്മൾ ചിലപ്പോൾ ഇതിനിടയ്ക്ക് ധ്യാനിക്കുന്നതിനിടയ്ക്ക് ഈ വിളക്കിന്റെ എണ്ണ തീർന്നിട്ടോ തിരി തീർന്നിട്ടോ ചിലപ്പോൾ കത്തി അത് ചിലപ്പോൾ പിന്നെ കണ്ണ് തുറക്കുമ്പോഴത്തേനും ചിലപ്പം അത് കെട്ടിട്ടുണ്ടാവും. ഇതാണ് ശാശ്വതമല്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ ദൃശ്യവസ്തുക്കൾ കൊണ്ട് ഇങ്ങനെ ഉപാധി സ്വീകരിച്ചുകൊണ്ട് ധ്യാനിക്കുന്നതുകൊണ്ട് യഥാർത്ഥം എന്താണ് പ്രയോജനം? കാരണം എന്താ? ഈ യഥാർത്ഥ ബ്രഹ്മം എന്ന് അങ്ങ് പറയുന്നത് ഇത് മാത്രാതീതമാണ്, ശബ്ദരഹിതമാണ്, നിരാകാരമാണ്, അചിന്ത്യോയം അവ്യക്തോയം അചിന്ത്യോയോ വികാര്യോയം ഉച്ചതേ എന്നൊക്കെ ഗീതയിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ബ്രഹ്മത്തെ പിന്നെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നാണ് അർജുനൻ ചോദിക്കുന്നത്. എനിക്ക് ശൂന്യമായ അതിനെ ധ്യാനിക്കുവാൻ കഴിയുന്നില്ല. നമുക്കിപ്പോൾ എല്ലാവർക്കും ഇതേപോലെ കാറ്റഗറിയിൽ നമ്മൾ വരുന്നവരാ. ഈ ശൂന്യമായ വസ്തുവിനെ നമുക്ക് ആർക്കെങ്കിലും ധ്യാനിക്കാൻ സാധിക്കാറുണ്ടോ? അത് പ്രത്യേകിച്ചും അചഞ്ചലമായ ഭക്തി ഉണ്ടാകുന്നില്ല. ഒന്നാമത്തെ കാര്യം, എന്തെങ്കിലുമൊക്കെ പ്രാരാബ്ധം ഉണ്ടാകും. ഇതിനിടയ്ക്ക് ധ്യാനിക്കാതിരുന്നാൽ ഈ ശൂന്യമായ വസ്തുവിനെ ഒരു വിഗ്രഹം തന്നെ കണ്ട് ധ്യാനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാരാബ്ധം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതുപോലും കിട്ടില്ല.
അഥവാ കിട്ടിയാലും അത് വന്ന് മറഞ്ഞു പോകും. അതാണ് ശാശ്വതമല്ല എന്ന് പറഞ്ഞത്. അഥവാ നമുക്ക് കിട്ടിയാൽ തന്നെ ശാശ്വതമല്ല, അത് ദൃശ്യവസ്തുവാണ്, അതുകൊണ്ട് അത് ശാശ്വതമല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ധ്യാനത്തിൽ ഉറക്കാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ള യോഗികൾ എങ്ങനെയാണ് നിരാകാര ബ്രഹ്മത്തെ ധ്യാനിക്കുന്നത് എന്ന് പറഞ്ഞു തന്നാലും എന്നാണ് അർജുനൻ ഭഗവാനോട് പറയുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്നതോ, ശ്രീ ഭഗവാൻ വാച ഊർധപൂർണം അധപൂർണം മധ്യപൂർണം യഥാത്മകം സർവപൂർണം സ ആത്മേതി സമാധിസ്ഥ ലക്ഷണം. ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, നിനക്ക് ശൂന്യ ഭാവനയിലൂടെ പരമേശ്വര ധ്യാനം ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ സാരമില്ല. അതിനാൽ നീ കുണ്ഠിതപ്പെടേണ്ടതില്ല. ശൂന്യഭാവനയിലൂടെ ഏതൊരു യോഗിക്ക് സമാധി പരിശീലിക്കാൻ കഴിയുന്നില്ലയോ അവന് പൂർണ്ണ ഭാവനയിലൂടെ സമാധി പരിശീലിക്കാവുന്നതുമാണ്. അതായത് ശൂന്യഭാവനയിലൂടെ ഏതൊരു യോഗിക്ക് സമാധി പരിശീലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവന് പൂർണ്ണഭാവനയിലൂടെ ഒന്നുമില്ലാതെ അവ്യക്തമായിരിക്കുന്ന സ്വരൂപത്തെ ധ്യാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതിനെ പൂർണ്ണ ഭാവനയിലൂടെ സമാധി പരിശീലിക്കാവുന്നതാണ്. നീ എന്നെ കാണുന്നുണ്ടല്ലോ പ്രത്യക്ഷത്തിൽ. ഊർധ്വലോകം മുഴുവൻ ഞാനാകുന്നു. പരമേശ്വരനെ കൊണ്ട് പൂർണ്ണമാകണം. അഥവാ നീയാകുന്ന പരമേശ്വരനെ കൊണ്ട് നിറയ്ക്കണം. അവിടെ മറ്റൊന്നിനെയും നീ കാണുവാൻ പാടില്ല. ഭൂലോകം മുഴുവൻ അധോലോകം മുഴുവൻ എന്നെ കൊണ്ട് പൂർണ്ണമാക്കണം. മധ്യലോകം മുഴുവനും ഞാൻ മാത്രമായിരിക്കണം. സർവവും നീ എന്നെ കൊണ്ട് നിറയ്ക്കണം. ഞാനല്ലാതെ ഒന്നും ഒരിടത്തും ഉണ്ടാകരുത്. നിന്റെ ശബ്ദം മുഴുവൻ എൻ്റെ ഗായത്രി ആയിരിക്കണം. നീ കേൾക്കുന്നത് മുഴുവനും ആ ഗായത്രി തന്നെ ആയിരിക്കണം. നിന്റെ ആത്മാവ് മുഴുവൻ എന്നെ കൊണ്ട് നിറയ്ക്കണം. അവിടെയും മറ്റൊന്നും ഉണ്ടാകരുത്. ഇപ്രകാരം സർവവും ഞാൻ മാത്രമാകുന്നു. എന്നെ കൊണ്ട് നിറയ്ക്കുന്ന അവസ്ഥ തികഞ്ഞ പൂർണ്ണ ഭാവന ആകുന്നു. അതും അത്യുന്നതമായ സമാധിയുടെ ലക്ഷണമാണ്. ഇപ്പൊ ഈ പറഞ്ഞ ശങ്കരാചാര്യർ പറഞ്ഞതൊക്കെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒന്നും ഞാനല്ല ശിവോഹമാണെന്ന് പറഞ്ഞത് ഇതൊക്കെ ആണെന്ന് തന്നെ വെച്ചോളൂ. അതാണ് പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞത് ഇതൊന്നും അല്ല, ശൂന്യമായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ മനസ്സും ബുദ്ധിയും ശരീരവും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ശരീരത്തിൽ എന്തൊക്കെ ശക്തിയുണ്ടോ അതൊക്കെ ഈശ്വരനായിട്ട് കണ്ടോളും. ഒരു ഗുരുവിനെ കണ്ടാലും ശിഷ്യനെ കണ്ടാലും എന്തൊക്കെ നമ്മുടെ ദൃശ്യത്തിൽ തൂണിലും തുരുമ്പിലും ഈശ്വരനെ കണ്ടോളൂ. അങ്ങനെ പൂർണ്ണത വരുത്താന്നാണ് പറയുന്നത് ഭഗവാൻ. അതുകൊണ്ട് നമുക്കൊന്നും ഇല്ല എന്ന് വിചാരിക്കാൻ കുറച്ച് വിഷമമാണ്. എന്നാൽ എല്ലാം ഉണ്ട്, അതൊക്കെ ഈശ്വരനാണെന്ന് കരുതിക്കോളൂ. അപ്പൊ അതിൽ സമാധിയുടെ ലക്ഷണം അതിൽ നിന്നും മനസ്സിലാക്കാന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഈ അവസ്ഥ പൂർണ്ണ ഭാവനയാകുന്നതും ഇത് അത്യുന്നതമായ സമാധിയുടെ ലക്ഷണമാണ്. അതായത് എല്ലായിടത്തും ഈശ്വരനെ കാണാം. നമ്മുടെ ശരീരത്തിലായാലും ഓരോ രോമകൂപങ്ങളിലും കണ്ണും മൂക്കും ചെവിയും മാങ്കും ഓരോ രോമത്തിൽ പോലും ഈശ്വരനെ കാണാൻ സാധിക്കണം. നമ്മുടെ കണ്ണ് മൂക്ക് ചെവി എന്തൊക്കെ ശക്തി നമ്മളിലൂടെ പ്രകടമാകുന്നുണ്ടോ, നമ്മുടെ നാക്കോ മൂക്കോ ഇന്ദ്രിയ ശക്തികളോ ജ്ഞാനേന്ദ്രിയങ്ങളോ ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ മുഴുവൻ പൂർണ്ണമായിട്ട് ഈശ്വരനായിട്ട് ശിവോഹം അതും മുഴുവൻ ശിവമയമായിട്ട് കാണാൻ സാധിക്കണം. അതൊക്കെ ബ്രഹ്മമയമായിട്ട് ഞാനെന്ന ബോധം, ബുദ്ധി, അഹങ്കാരം എല്ലാം ഈശ്വരനായിട്ട് കാണാൻ സാധിക്കണം. പുറത്ത് എന്തൊക്കെ ദൃശ്യവസ്തുക്കൾ വെച്ചിട്ടുണ്ടോ അതെല്ലാം ഈശ്വരനായിട്ട് കാണാൻ സാധിക്കണം. എവിടെ സർവം ബ്രഹ്മമയം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നവും ബ്രഹ്മണാകുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് ഭഗവാൻ 4-ാം അധ്യായത്തിൽ അവതാര തത്വത്തിൽ പറഞ്ഞല്ലോ. എല്ലാം എന്നെ ഞാൻ തന്നെയായി കാണുക. അപ്പം ഇതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കതെങ്ങനെയാണ് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അപ്പം എല്ലാം ഉണ്ട്. ഈ ദൃശ്യ പ്രപഞ്ചം മുഴുവൻ നമ്മളൊരു സ്വപ്നത്തിൽ കണ്ടാൽ പോലും അതുപോലും സ്വപ്നം പോലും ഈശ്വരനാണെന്ന് കാണുക. അങ്ങനെ പൂർണ്ണതയിൽ സമാധിസ്ഥ ലക്ഷണം എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ടാണ് 35-ാമത്തെ ശ്ലോകം അവസാനിക്കുന്നത്. ഈ 5 ശ്ലോകങ്ങൾ നമുക്കൊന്ന് പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ യജ്ഞം ഇവിടെ സമർപ്പിക്കാം. ഇനി വീണ്ടും അർജുനൻ തുടർച്ചയായിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. 31-ാമത്തെ ശ്ലോകം തൊട്ട് 5 ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കുക. ആകാശം മാനസം കൃത്വ മനഃകൃത്വ നിരാസ്പദം നിശ്ചലത്വം വിചാനീയാൽ സമാധിസ്ഥ ലക്ഷണം
യോഗാമൃതരസം പീത്വാ വായുഭക്ഷ സദാസുഖി യമഭ്യസ്യതേ നിത്യം സമാധിർമൃത്യുനാശക. ഊർധ്വം ശൂന്യം അധശൂന്യം മധ്യശൂന്യം യഥാത്മകം സർവശൂന്യം സ ആത്മേതി സമാധിസ്യ ലക്ഷണം. ശൂന്യ ഭാവിതാ ഭാവാത്മാ പുണ്യപാപൈ പ്രമുച്യത്തെ. അർജുന ഉവാച അദൃശ്യേ ഭാവനാ നാസ്തി ദൃശ്യമേതൽ വിനശ്യതി അവർണമസ്വരം ബ്രഹ്മ കഥം ധ്യായന്തി യോഗിന. ശ്രീ ഭഗവാനുവാച ഊർധ്വപൂർണം അധപൂർണം മധ്യപൂർണം യഥാത്മകം സർവപൂർണം സ ആത്മേതി സമാധിസ്യ ലക്ഷണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരിഗോവിന്ദ. എൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത നായനമാർഗേണ ഹിമഗീശാകോ ബ്രാഹ്മണേഭ്യ സുമത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.